കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ, പലവിധ അക്രമ സംഭവങ്ങൾ, അതിനൊക്കെ പിന്നിലും ഒട്ടുമിക്കതിൻ്റെയും പിന്നിൽ മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യവും നമ്മൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും കുറച്ചൊരു ഭീതിയോടുകൂടി തന്നെയാണ് നമ്മുടെ നാളെകളെക്കുറിച്ച് ആലോചിക്കുന്നത്. നാളെ എന്താവും എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരവസ്ഥ എന്നൊരു ചിന്ത, ഒരു പേടി എല്ലാവർക്കും ഉണ്ട് സത്യം. പക്ഷേ അതിനോട് ഞാൻ ഒന്നുകൂടെ ചേർത്ത് വെക്കുന്നു, പത്രമാധ്യമങ്ങളിലൂടെ പുറത്തേക്കെത്തുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതിനേക്കാളും എത്രയോ മടങ്ങ് വാർത്തകൾ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇനി അതിനേക്കാളും എത്രയോ മടങ്ങ് വാർത്തകളാണ് ഞങ്ങളും നിങ്ങളും അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടകങ്ങളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്നത് എന്നുള്ളൊരു സത്യം മറക്കാൻ പറ്റില്ല. കാര്യം ഒന്നുകിൽ മക്കളെ ഭയന്ന് അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ ഭയന്നുകൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ ആരോടും പറയാതെ കുഴിച്ചു മൂടപ്പെടുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ നിരവധിയാണ് എന്നുള്ളൊരു സത്യം. ഒട്ടുമിക്ക രക്ഷിതാക്കളും ഞങ്ങളെ വിളിച്ച് മക്കൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോഴും അവസാനം ഞങ്ങളോട് എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, സാറേ നിങ്ങളെൻ്റെ കുട്ടീനെ ഒന്നും ചെയ്യരുത് കേട്ടോ സാറേ. അതെല്ലാവരും അതാ പറയാറ്. കാര്യം ഞങ്ങൾ കാക്കിയിടുന്നവരാണ്. നിയമപരമായിട്ട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി ഏതൊരു രക്ഷിതാവിനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണ്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വീട്ടിനുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് രക്ഷിതാക്കളും മറ്റ് ബന്ധുക്കളുമൊക്കെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനും എക്സൈസ് ഓഫീസും കയറി ഇറങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ ജയിലുകൾ മതിയാകാതെ വരുമെന്നുള്ളൊരു സത്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്ന് മുതലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ പെരുകാൻ തുടങ്ങിയെന്ന്? പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ എന്ന് മുതലാണ് നമ്മുടെ നാട്ടിലെത്താൻ തുടങ്ങിയെന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. കോവിഡിന് ശേഷമാണ്. കോവിഡിന് ശേഷമാണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. കാര്യം 23 കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, 15 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഈ 23 കൊല്ലത്തിൻ്റെ ഇടയിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ 2020 തുടക്കം വരെയും ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് മാത്രമായിരുന്നു. 2020 തുടക്കം. കാര്യം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എന്തൊക്കെ മയക്കുമരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമാണ്. എന്തിന്? നമ്മുടെ UP സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കൊച്ചു മക്കളിൽ നിന്ന് വരെ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതെന്താപ്പോൾ പുതുതായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ഞാനതിന് പേരൊന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ ഉള്ള വേദിയിൽ അതിൻ്റെ പേരും വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അതിനൊരൊറ്റ പേരാണ് ഞങ്ങൾ പൊതുവേ പറയുന്നൊരു പേര്, രാസലഹരി എന്നാണ്. സിന്തറ്റിക് ഡ്രഗ്സ്. കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെയും ഉണ്ടാക്കാം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇതുവരെ നമുക്ക് എക്സൈസിനോ പോലീസിനോ കിട്ടിയിട്ടില്ല. ഇനി അതുണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ കൂടി നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ നാട് എവിടെ എത്തുമെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു പേടി കൂടി ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് പുറം നാടുകളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും വരികയാണ്. സത്യത്തിൽ ഈയൊരു ലഹരി വസ്തുക്കളുടെ, അതായത് ഈയൊരു പുതുലഹരിയുടെ അതുണ്ടാക്കുന്ന ചില പുതിയ പ്രശ്നങ്ങളും അത് നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന ചില പുതിയ വഴികളും അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട 1-2 കാര്യങ്ങളുമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ പുതുലഹരിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ 2020 മുമ്പ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളുമാകട്ടെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന അസുഖങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം പറയാലോ, ഇന്നുള്ളതിനേക്കാളും വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ വാക്ക് കേൾക്കുന്ന കുട്ടികൾ ആരും ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നുമല്ല. അതിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. കുറച്ച് കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. കാര്യം അന്നുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണ്? സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ കൂടി നമുക്ക് ജീവിതം കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു അന്ന്.
പെട്ടെന്നൊരു മരണമോ അവസാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സമയവും കിട്ടിയിരുന്നു അന്ന്. ഇന്നതില്ല. ഒരു 4-5 കൊല്ലം അതിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകളാണിന്ന്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു അവയവമാണല്ലോ ഈ പല്ല് എന്ന് പറയുന്നത്. പല്ല് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ദ്രവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ദ്രവിച്ചു പോവുക. മെത്ത് മൗത്ത് എന്നൊരു അസുഖമുണ്ട്. ഈ ഒരു രാസലഹരി അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ കൊടിയത്തൂർ എന്നുള്ളൊരു സ്ഥലത്ത് ഒരു NGO, ഒരു സംഘടന ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടത്തി. ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെട്ട ആളുകളെ തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീർത്തും സൗജന്യമായിട്ട് നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ ക്യാമ്പായിരുന്നു. അവിടെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 35 പേരുമായിട്ട് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് വിമുക്തി മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 35 പേരിൽ 29 പേര് മയക്കുമരുന്നിന് അടിമകളാണ്, 6 പേര് മദ്യത്തിനടിമകളാണ്. അന്ന് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മെത്തുമൗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ, അവന് 23 വയസ്സാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് 2 വിരൽ വെച്ചിട്ട് ഈ മേലെ ചുണ്ടൊന്നിങ്ങനെ പൊന്തിച്ച് കാണിച്ചു എന്നോട്. എന്നിട്ട് ചോദിച്ചു, സാറേ ഇങ്ങനെയാണോ സാറേ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലകപ്പല്ല് എന്നൊക്കെ പറയുമല്ലോ, വലിയ 3-4 പല്ല്. ഞാൻ നോക്കുമ്പോൾ ആ 3-4 പല്ല് കാണാനില്ല. അവിടെ ഒരു കുറ്റി പോലെ ഒരു വര പോലെ ദ്രവിച്ചു പോയിട്ടുണ്ട് പല്ലൊക്കെ. നമ്മുടെ ചെറിയ പൊടി മക്കൾക്ക് പുഴുപ്പല്ലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു. ഞാനന്ന് അവനോട് ചോദിച്ചു, ഈ എത്ര കൊല്ലമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ 2 കൊല്ലം. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. കഴിഞ്ഞ വെക്കേഷനിൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ ട്രെയിനിങ്ങിൽ ഞങ്ങളെ ക്ലാസ് എടുക്കാൻ വിളിച്ചിരുന്നു. മാഷന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ലഹരി ഉപയോഗം എങ്ങനെ അറിയാം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കുള്ളൊരു സെഷനിൽ ഞാൻ ഈ ഒരു വിഷയം സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞ ആ ഒരു ക്യാമ്പിൽ രാത്രികളിൽ ഞാനും വളണ്ടിയറായിട്ട് വരാറുണ്ടായിരുന്നു സാറേ. പക്ഷെ സാറ് പറഞ്ഞ ആ പയ്യനുണ്ടല്ലോ, 23 വയസ്സുണ്ടെന്ന് പറഞ്ഞ ആ പയ്യൻ, അവനെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ക്യാമ്പ് പകുതി ആകുമ്പോഴേക്ക് തന്നെ അവിടുന്ന് ആകെ വയലൻ്റായിട്ട് അവസാനമാവുന്ന ഇറങ്ങിപ്പോയി, ആകെ പ്രശ്നമൊക്കെ ആയി, അവൻ പിടുത്തം വിട്ടുപോയി. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. ഇനി ഇതിനേക്കാളും പേടിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കാതെ, നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തുമോ? ഉറപ്പാണോ? എന്ന് ഉറപ്പിക്കണ്ട. ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിക്കുക, നമ്മളറിയൊന്നും വേണ്ട, ആരെങ്കിലും തീരുമാനിച്ചാൽ മതി. കാലം അതാണ്. ആരെങ്കിലും തീരുമാനിച്ചാൽ മതി ആരുടെയെങ്കിലും ഉള്ളിൽ മയക്കുമരുന്നെത്താൻ. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി. ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എൻ്റെ വിരൽ അതിലൊന്ന് മുക്കി നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. എന്താ കാര്യം? ഞാൻ ഈ വിരൽ ആദ്യം മുക്കിയത് എവിടെയാണെന്ന് നിങ്ങൾ അറിയില്ല. എൻ്റെ വിരലിൻ്റെ നഖങ്ങൾക്കിടയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ അറിയില്ല. കാര്യം ഇപ്പോൾ വളരെ കുറച്ച് അളവ് മതിയല്ലോ, അധികമൊന്നും വേണ്ടല്ലോ.